കണക്കുകൾ വരുന്നു. ഷൗക്കത്തിന്റെ ലീഡ് 372, ഏഴാം റൗണ്ടിൽ 372. പോത്തുകൽ അടക്കമുള്ള പോത്തുകലിന്റെ ഒരു വാർഡടക്കം കൗണ്ട് ചെയ്യപ്പെട്ട ഏഴാം റൗണ്ടിൽ 372 ലീഡ് ഷൗക്കത്തിന്റെ കുറയുന്നു. അത് കുറവാണ്. കാരണം ഈ ലീഡ് കിട്ടിയാൽ പോരാ. മുൻ റൗണ്ടുകളെ അപേക്ഷിച്ച് ഈ റൗണ്ടിൽ ലീഡ് ഷൗക്കത്തിന് കുറഞ്ഞു എന്നതാണ് ചിത്രം. അതെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏഴാം റൗണ്ടിൽ കൗണ്ട് ചെയ്യപ്പെട്ട എടക്കരയുടെ 13 ബൂത്തുകളും പോത്തുകലിന്റെ ഒരു ബൂത്തും. എടക്കരയിൽ യുഡിഎഫിന് ലീഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടക്കരയിൽ യുഡിഎഫിന് ലീഡ് കുറഞ്ഞിട്ടുണ്ട്. എടക്കരയിൽ എന്തായാലും ഈ റൗണ്ടിലെങ്കിലും യുഡിഎഫിന് ലീഡ് കുറഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 5123 ഷൗക്കത്തിന്റെ ലീഡിൽ കുറവുണ്ടാകുന്നു. ഇതിനിടയിൽ അൻവർ ഉയർത്തുന്ന ലീഡ് 9000 എന്ന ലീഡിലേക്കാണ്. 10,000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ എടക്കരയിൽ സംഭവിച്ചത് വി വി പ്രകാശ് ഫാക്ടർ വർക്ക് ചെയ്തെങ്കിൽ അത് അൻവറിന് അനുകൂലമായി എന്നതാണ്. അൻവർ ഒരു പക്ഷേ പ്രകാശിന്റെ വീട്ടിൽ പോയതും ഷൗക്കത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ആ തരത്തിൽ പ്രതിഫലിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. എടക്കരയിൽ യുഡിഎഫിന് അവിടെ രാഷ്ട്രീയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷത്തിൽ കുറവ് വന്നു എന്നതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും എടക്കര അവിടെ അൻവർ നേട്ടമുണ്ടാക്കി എന്നാണ് ചിത്രം. എടക്കരയിൽ അൻവറിന്റെ വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 10,000-അടുത്തേക്ക് അൻവർ വോട്ടുകൾ ഉയർത്തുന്നു. റൗണ്ടിൽ 10,000 വോട്ടിനടുത്തേക്ക് അൻവർ എത്തുന്ന കാഴ്ച PVR ഇഫക്റ്റ് എഴുതി തള്ളിയവർക്ക് തെറ്റി. അൻവർ 10,000 വോട്ട് 10 റൗണ്ടിനുള്ളിൽ പിടിച്ചാൽ 19 റൗണ്ടിൽ എത്ര വോട്ടായിരിക്കും അൻവർ പിടിക്കുക? ഇതിനുത്തരം പറയേണ്ട ബാധ്യത ഉണ്ടാകും. അത് UDF സ്ഥാനാർത്ഥി ജയിച്ചാലും UDF ക്യാമ്പിനകത്ത് ഇതൊരു പുകച്ചിലുണ്ടാക്കും. LDFനും ഈ വോട്ട് ചോർച്ച ഉത്തരം പറയേണ്ട ബാധ്യതയിലേക്ക് കടക്കും. 10 റൗണ്ടിലേക്ക് കടന്നിട്ടില്ല അപർണ. ഏതായാലും ഏഴാം റൗണ്ട് 8ാം റൗണ്ട് എത്തുമ്പോഴാണ് ഈ 10,000-അടുത്ത വോട്ടുകൾ അൻവർ നേടുന്നത്. അതിന് മുൻപ് തന്നെ അൻവർ ഇത്രയധികം വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ അത് ചെറിയ പ്രകമ്പനമല്ല ഇരു മുന്നണികളിലും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ വോട്ടെടുപ്പിന്റെ ഈ വോട്ടെണ്ണലിന്റെ കൃത്യമായ പകുതി വരെയാണ് 7 റൗണ്ടുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അവശേഷിക്കുന്നത് 19 റൗണ്ടുകളിൽ 12 റൗണ്ടുകൾ അവശേഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോയാൽ അൻവർ 20,000-ൽ പരം വോട്ടുകൾ പിടിച്ചാലും അത്ഭുതമില്ല എന്നതാണ് ചിത്രം. പക്ഷേ അങ്ങനെ പിടിക്കണമെങ്കിൽ ഇടതു ശക്തി കേന്ദ്രങ്ങളിലും അൻവർ വോട്ട് ചോർത്തണം. ആ ചോർത്തുന്ന വോട്ട് ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും ഒരുപോലെ ചോർത്തിയാൽ ഒരുപക്ഷെ അത് ആരെ സ്വാധീനിക്കുക എന്ന് പറയുക വയ്യ. എന്നാൽ അത് UDF വോട്ടുകളാണ് കൂടുതൽ ചോർത്തുന്നതെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ അല്പം കൂടി പ്രതീക്ഷ നൽകിയേക്കാം. 372 ഏഴാം റൗണ്ടിൽ കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടിയ എല്ലാ ലീഡുകളിൽ നിന്ന് വലിയ കുറഞ്ഞൊരു ലീഡ് എടക്കരയിൽ കാലിടറിയിരിക്കുന്നു. അപ്പോൾ എടക്കരയിൽ വർക്കൗട്ട് ആയത് രാഷ്ട്രീയ വിഷയമാണ്. വി വി പ്രകാശ് എന്നുള്ള ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ആ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് LDFനല്ല, സ്വരാജിനല്ല, അത് PV അൻവറിന് തന്നെയാണ്. അപ്പോൾ വി വി പ്രകാശിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നടത്തിയ പ്രചാരണത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത് അൻവറിന് തന്നെയാണ്. എടക്കരയും അൻവറിനൊപ്പം കേവലം 6 റൗണ്ട് പിന്നിടുമ്പോഴാണ് അപർണ 8,961 വോട്ടുകൾ അൻവർ നേടിയിരിക്കുന്നത് എന്ന് ചേർത്ത് വെക്കണം. 8,961 വോട്ടുകൾ ഏറ്റവും സസ്പെൻസ് ഉള്ള ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. ഏറ്റവും സസ്പെൻസ് ഉള്ള ഘട്ടങ്ങൾ. കാരണം ഇത് നിലമ്പൂർ ആർക്ക് എന്ന് തീരുമാനിക്കാൻ പോകുന്ന പഞ്ചായത്തുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ശ്രദ്ധേയമായ പഞ്ചായത്തുകൾ അമരമ്പലം, ഒപ്പം നിലമ്പൂർ നഗരസഭ, കരുളായി. ഈ 3 ഇടങ്ങളിലുമാണ് ഇടതുമുന്നണിക്ക് പോത്തുകലിനപ്പുറം പ്രതീക്ഷയുള്ള ഇടങ്ങൾ. അവിടെ എന്തു സംഭവിക്കുന്നു എന്നതാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ നിർണായകമാകുന്നത്. ഒരുപക്ഷെ നിലമ്പൂർ ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്ന ഘട്ടങ്ങളാണ് നമുക്ക് മുന്നിൽ. കരുളായി അമരമ്പലം അവിടെ നിൽക്കട്ടെ, പക്ഷേ നിലമ്പൂർ നഗരസഭ അതൊരല്പം ആശങ്കയുണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം. 48 ബൂത്തുകളാണ് നിലമ്പൂർ നഗരസഭയിൽ മാത്രമുള്ളത്. ഒരുപക്ഷെ വഴിക്കടവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബൂത്തുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ നഗരസഭയാണ്. 48 ബൂത്തുകളുടെ ഫലം മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നുള്ള UDFന്റെ ഒരു പ്രതീക്ഷയുണ്ട്. അത് വർക്കൗട്ട് ആകുമോ എന്നുള്ളതാണ് നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ കാണേണ്ട കാര്യമാണ് ഇനി. അത് 5123 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ഇപ്പോൾ 8ാം റൗണ്ടിന്റെ ഫലസൂചനകളാണ് ഇനി പുറത്തു വരാനുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആ മണ്ഡലത്തിന്റെ കണക്ക് പരിശോധിച്ച കണക്കറിയാവുന്ന UDF പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ വലിയ ആവേശം തോന്നാർ ഘട്ടമായിട്ടില്ല. കാരണം
കണക്കുകൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത ഉണ്ടാവണമെങ്കിൽ വരുന്ന പഞ്ചായത്തുകൾ നിർണായകമാണ്. കൗണ്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് വലിയ മജോറിറ്റി നിലനിർത്തുകയും ഇടതുപക്ഷം ആ പഞ്ചായത്തുകൾ നേടുന്ന ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് കടന്നു വരികയും ചെയ്യുക, ഇതാണ് UDFന്റെ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ 5156 5123 എന്ന ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷം മതിയാകുമോ എന്ന ആശങ്ക ഉള്ള ചില UDF നേതാക്കളെങ്കിലും ഉണ്ട്. പക്ഷേ കണക്കുകൾ ഇപ്പോൾ അനുകൂലമാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇടതു ട്രെൻഡ് പഞ്ചായത്തുകൾ പ്രകടമായെങ്കിൽ മറ്റൊരവസ്ഥ ഉണ്ടായേക്കാമെന്ന ആശങ്ക അവർക്കുണ്ടായിരിക്കാം. അപ്പോഴും സജിത്ത് UDFന് ഇനിയും ഉറ്റുനോക്കാൻ ചുങ്കത്തറ കൂടിയുണ്ട്. ഈ ഇടത് പഞ്ചായത്തുകളുടെ ഒരു കുത്തൊഴുക്കിലേക്ക് പോത്തുകൽ കഴിഞ്ഞ് കടക്കുമ്പോൾ ഇടയിലൊന്ന് ചുങ്കത്തറ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ്, വഴിക്കടവിലെ ട്രെൻഡ് ചുങ്കത്തറയിൽ ആവർത്തിച്ചാൽ ഷൗക്കത്തിന് ഒരല്പം കൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ചുങ്കത്തറ ഒരു കണക്കാണ്. UDF പ്രതീക്ഷിക്കുന്ന ഇടമാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷം ഇത്തവണ പ്രതീക്ഷ വയ്ക്കാത്ത ഇടം കൂടിയാണ് ചുങ്കത്തറ എന്ന പ്രത്യേകതയുണ്ട്. ശ്രദ്ധിക്കുക, ചുങ്കത്തറ മാത്രമാണ് ഇടതുപക്ഷത്തിന് ആശങ്കയുള്ള ഒരു ഇടം. മറ്റെല്ലാ ഇടങ്ങളിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അതിന് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഭൂരിപക്ഷം ഉയർത്താനാണ് സാധ്യത. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയേക്കാം. അതല്ല സംഭവിക്കുന്നതെങ്കിൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയുകയോ അതല്ലെങ്കിൽ മറ്റൊരു അട്ടിമറി സംഭവിക്കുകയോ ചെയ്താലും അത്ഭുതമില്ല. പോത്തുകല്ലും ചുങ്കത്തറയും LDF പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ തന്നെയാണ്, സംശയമില്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ പോത്തുകല്ലിൽ 506 വോട്ടുകൾ LDF ലീഡ് നൽകിയിരുന്നു. ചുങ്കത്തറയിലാകട്ടെ UDF ലീഡ് നേടിയ ഒരു സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിൽ 1513 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ്. നിലമ്പൂർ നഗരസഭയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ അപർണ, നമ്മൾ ഇത്ര അധികം മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ നഗരസഭയിലെ ഒരു കണക്ക് വന്നാൽ റൗണ്ട് 15 ആവുമ്പോഴാണ് നിലമ്പൂർ നഗരസഭയുടെ കണക്ക് വരിക. 48 ബൂത്തുകളാണ്. അപ്പോഴേക്ക് വളരെ കൃത്യമായി തന്നെ ആരാണ് നിലമ്പൂരിൽ നിന്ന് ഇതൊരു വലിയ വിഷയം. ഇതിനകത്ത് ഈ നിലമ്പൂർ നഗരസഭ കൈവിട്ടാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും LDFന് അതൊരു നാണക്കേടുണ്ട്. കാരണം 23 വാർഡ് LDFനുള്ള സ്ഥലമാണ് നിലമ്പൂർ നഗരസഭ. ആ റൗണ്ട് മാത്രം എടുത്തു നോക്കുമ്പോൾ ക്ഷീണമാണ് വരുന്നതെങ്കിൽ അത് LDFൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം മറ്റു പഞ്ചായത്തുകളെക്കാളും മറ്റ് സ്ഥലങ്ങളെക്കാളും കൂടുതൽ LDFന് മേൽക്കൈയുള്ള സ്ഥലമാണ് നഗരസഭ. തീർച്ചയായും 5123 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. 7 റൗണ്ടുകളുടെ ഫലസൂചനകൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അപ്പോഴാണ് ഈ തരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 7ാം റൗണ്ടിൽ 372 വോട്ടുകൾ മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടാനായത് എങ്കിൽ പോലും അത് ആശ്വാസകരമായ ഒരു കണക്കുണ്ട്. 7ാം റൗണ്ടിൽ 4115 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയത് എന്നുള്ള കണക്ക് കൂടിയാണ് മുന്നോട്ട് വരുന്നത്.